അങ്ങനെ നാട്ടിലെത്തിയപ്പോഴോ നല്ല മഴയാണ് കേട്ടോ. നമ്മൾ രാത്രിയാണ് ലാൻഡ് ചെയ്തത്. അപ്പോൾ തന്നെ നല്ല മഴ, പുറത്തിറങ്ങുമ്പോൾ നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ജൂണിൽ സ്കൂളൊക്കെ തുറന്ന സമയമല്ലേ, നമുക്ക് നമ്മുടെ കുട്ടിക്കാലമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓർമ്മ വരും. ഈ മഴക്കാലത്തല്ലേ നമ്മൾ കൂടുതലായിട്ട് ഈ പേപ്പറൊക്കെ വെച്ചിട്ട് തോണിയൊക്കെ ഉണ്ടാക്കി കളിക്കുന്ന ഒരു പ്രായം. നല്ല രസമുള്ളതാണല്ലേ ശരിക്കും. മഴ പെയ്ത് കഴിഞ്ഞാൽ എത്ര തോണിയാവും നമ്മുടെ വീട്ടിൽ കൂടെ ഇങ്ങനെ പോവുക. അങ്ങനെ ഈ രാത്രിയിൽ കുറച്ച് അത്യാവശ്യം നല്ലൊരു മഴ പെയ്തു എന്നല്ലാതെ വല്ലാതെ ഒന്നും പെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലെത്തി. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ പോയി. എല്ലാവിടെയും പോകണമല്ലോ, അപ്പോൾ നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയിതാ നല്ല പുഞ്ചപ്പാടം. ഇന്നലെ രാത്രി മഴ പെയ്താന്ന് തോന്നുന്നു പോലും ഇല്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നും മഴ പെയ്തിട്ടില്ല തോന്നുന്നു രാത്രി. ഞങ്ങളുടെ അവിടേക്ക് മഴ പെയ്തിട്ടുള്ളൂ, ഇവിടെ മഴ പെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല ഇതായിട്ട് കുറച്ച് നനവ് റോട്ടിൽ കാണാനുണ്ട്, വല്ലാതൊന്നും കാണാനൊന്നുമില്ല. പക്ഷെ എന്ത് പച്ചപ്പാന്ന് നോക്കിയാൽ പുഞ്ചപ്പാടം. അങ്ങനെ വീട്ടിലെത്തിയിട്ടുള്ള വ്ളോഗാണ് കേട്ടോ ഞാനിപ്പോൾ പിറ്റേ ദിവസം എടുത്തിട്ടുള്ളത്. എൻ്റെ വീട്ടിലെ ചെടികളൊക്കെയാണ്, അമ്മ ഉണ്ടാക്കണ ഗാർഡനാണ് അതൊക്കെ. കുറച്ച് പൂച്ചട്ടികൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാതും വെച്ചിട്ട് കാണാൻ. ഇവിടെയൊക്കെ കുറേശ്ശെ മഴ നനഞ്ഞതിൻ്റെ ആ ഒരു തന്നെയുള്ള ആ വെയിലങ്ങോട്ട് വരുമ്പോൾ. രാവിലെ എണീച്ചപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. രാത്രിത്തെ ആ ഒരു കുട്ടിക്കലാശം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് രാവിലെ എണീച്ചപ്പോൾ നോക്കുക മഴ പെയ്തപ്പോൾ ഒരു ഇതുപോലും കാണാനില്ല. അപ്പോഴേക്കൊക്കെ തന്നെ ഏകദേശം വെള്ളം വറ്റി തുടങ്ങിയിരിക്കുന്നു. നാട്ടിലങ്ങനെയാണല്ലോ, മഴ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ചൂടാ. ഇപ്പോൾ ഒന്നും പെയ്തിട്ടില്ല, ഇപ്പോൾ നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടോ. നല്ല പൂക്കളും പലതരത്തിലുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു അടുക്കളത്തോട്ടം പോലെ, അടുക്കളത്തോട്ടം പറയാൻ പറ്റില്ല, നല്ല ഭംഗിയായിട്ട് പലതരം പൂക്കളും ഒക്കെ ആയിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഇതേപോലെ പുറത്തു പോയി. കാരണം മഴ ഇല്ലാത്തത് കാരണം തന്നെ പുറത്തിറങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രിത്തെ ആ ഒരു വന്ന സമയത്തുള്ളത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഏട്ടൻ്റെ വീട്ടിലൊക്കെ പോവുമായിരുന്നു. അപ്പോൾ നല്ല ഇതായിരുന്നു കേട്ടോ. അവിടെയൊക്കെ പുഞ്ചപ്പാടെന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ നല്ല പച്ചപ്പ്. എന്ത് രസമാണ് ശരിക്കും പറഞ്ഞാൽ. നിറയെ വാഴത്തോപ്പൊക്കെ ആയിട്ട്. എത്ര വാഴയാണ് നമ്മളിവിടെ പൈസ കൊടുത്ത് വാഴ ഇലയൊക്കെ വാങ്ങി കഴിക്കും. ഇവിടെ ഇഷ്ടം പോലെ വാഴത്തോപ്പാണ്. അതുപോലെ മാങ്ങ എത്രയാണ് നിൽക്കണമെന്നറിയോ, ഇങ്ങനെ കുലച്ച് നിൽക്കുകയാണ്. എന്ത് രസമാണ് കാണാമെന്നറിയോ മാങ്ങ നിൽക്കണം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര. ഇവിടെ പൈസ കൊടുത്ത് നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോഴല്ലേ നമ്മൾ ഈ പൈസ കൊടുത്ത് ഇങ്ങനെ വാങ്ങുമ്പോഴേ, ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇതാണ്. എത്രയാ മാങ്ങ ഇങ്ങനെ നിൽക്കണമെന്നറിയോ. അതും പോരാഞ്ഞ് ഈ ചക്കയുടെ കാലമാണല്ലോ. മരം നിറച്ച് ചക്കയാണ്, ഇടിച്ചക്ക, അത് ഇത് പറഞ്ഞ പോലെ. അതും അതിൻ്റെ ഇത് കണ്ടില്ലേ, ആ ഇത് പൊട്ടിച്ചപ്പോൾ നല്ല രസം. അതിൻ്റെ ആ പാല് പോലും ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു കറ പോയിട്ട് പോലും ഇല്ല. അത് നമ്മൾ എടുത്തു വെച്ചതാണ് കേട്ടോ, കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്